ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ബ്രയൻ എംബിയുമയുടെ ഒരു കാർഡാണ്. ഇത് വന്നിട്ട് കുറച്ച് നാളായി, പക്ഷെ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം, ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സൈനിങ്ങുമാണ്, ബെസ്റ്റ് പ്ലെയറും ആണെന്ന് പറയാം. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആളുടെ ക്രിയേറ്റിവിറ്റി ആണെങ്കിലും ഫിനിഷിങ് ആണെങ്കിലും. ഇത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീക്കിൽ വന്നൊരു കാർഡാണ്. അതൊക്കെ എല്ലാം ഉണ്ട്. പാസിങ് ആണെങ്കിലും ഷൂട്ടിംഗ് ആണെങ്കിലും കിക്കിംഗ് പവർ ആണെങ്കിലും എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു സലക്ക് പകരക്കാരനൊക്കെ തന്നെ ആയിരുന്നു. ലിവർപൂളിന് വേണമെങ്കിൽ നോക്കാമായിരുന്നു, പക്ഷെ ലിവർപൂൾ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആളുടെ ഒരു കിടിലൻ കാർഡ് തന്നെയാണ്. ആളെന്തായാലും ഈ പവർ അപ്പിൽ തന്നെ ആയിരിക്കും, കാരണം ആളെല്ലാ വീക്കിലും അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കണത്. അപ്പോൾ ആളുടെ കുറച്ച് മെയിൻ എബിലിറ്റിയും കാര്യങ്ങളുണ്ട്. ഇതൊരു ഹോൾ പ്ലെയർ കാർഡാണ് വന്നേക്കണത്. ആളുടെ ജസ്റ്റ് ഫിനിഷിംഗ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കർവ് ആണെങ്കിലും ടോപ്പായിട്ടുള്ള കർവാണ് ആളുടെ. ഫിസിക്കലിയും ആൾ അത്യാവശ്യം ഫിറ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ സലേനയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ആയിരിക്കും. കാരണം കുറേ നാളൊക്കെ ആയിട്ട് സലക്ക് പകരക്കാരനില്ലായിരുന്നു. ആളുടെ എന്താ പറയുക, ഹോൾ പ്ലെയർ ആണ് ആള്. ഈ റൈറ്റ് വിങ്ങിൽ കളിക്കും, AMF ആയിട്ട് കളിക്കാം, റൈറ്റ് മിഡ് ആയിട്ട് കളിക്കാം, സെക്കൻഡ് സ്ട്രൈക്കറായിട്ടൊക്കെ കളിപ്പിക്കാൻ പറ്റിയ ഒരു കിടിലൻ കാർഡാണ്. ഒരു ഷോട്ട് നോക്കിയാൽ കാണാം, ആളുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആയി, പക്ഷെ എന്നിട്ട് ആളുടെ ആ ഒരു ഷോട്ട് നോക്കാൻ നിങ്ങൾക്ക് അത്രയും പവർ ആയിട്ടുള്ളൊരു ഷോട്ട് തന്നെയാണ്. He's going for goal! Goal! Manchester United! Manchester United take the lead! ഗോൾ കീപ്പർ തടുത്തിട്ടും ഈ ഒരു ഗോൾ കയറി എന്നുള്ളതാണ്. കാരണം ആളുടെ അടി അത്രയും പവറാണ്. അവിടെ ആളുടെ വരവ് കണ്ടാൽ അറിയാം, അത്രയും പ്ലേയേഴ്സ് വന്നിട്ട് ആൾ കട്ട് ചെയ്ത് കയറി വരുന്നുണ്ട്. ഒരു കിടിലൻ കാർഡ് തന്നെയാണ്. നിലവിൽ എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരൊന്നും യൂസ് ചെയ്യാനായിട്ട് കണ്ടിട്ടില്ല, ഓൺലൈൻ മാച്ചിലാണെങ്കിലും. സോ കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അത്രയും കിടിലൻ ഒരു കാർഡ് തന്നെയാണ്. Well, someone's doing his job properly, Peter, that's for sure. It's clear that the keeper was unsighted by his defence, and by the time he picked up the flight of that, it was too late. Flag raised for offside. ആളെല്ലാം ചെയ്യും. ആളുടെ ക്രോസിംഗ് എബിലിറ്റീസ് ആണെങ്കിലും ടോപ്പ് തന്നെയാണ്. റൈറ്റ് വിങ്ങിന്നോ ലെഫ്റ്റ് വിങ്ങിന്നോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ഈ AMF ആയിട്ട് സെക്കൻഡ് സ്ട്രൈക്കറായിട്ടൊക്കെ ഇടുമ്പോൾ, കൂടുതലും സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് ഇടുമ്പോൾ ആൾ ലെഫ്റ്റിലേക്ക് പെട്ടെന്ന് ഓടിക്കയറുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് ആളില്ലെങ്കിൽ ആൾ എന്താ പറയുക, ഇൻവേർട്ടായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഓടിക്കയറി ക്രോസ് ഇടാനുള്ള കുറേ ഓപ്ഷൻസ് വരും. സോ അതൊക്കെ യൂസ് ചെയ്ത് കളിച്ച് അടിപൊളി തന്നെയാണ്. പിന്നെ ആളുടെ കിക്കിംഗ് പവർ ഈ പറഞ്ഞ പോലെ ആ ഷോട്ട് നോക്കിയാൽ കാണാം, അത്രയും പവറായിട്ടാണ് ആൾ റണ്ണിങ്ങിൽ ആ ബോൾ അടിക്കുന്നത്. അപ്പം അത്രയും ടോപ്പായിട്ടുള്ള പ്ലെയറാണ്. അത്യാവശ്യം ആൾ മാറി നിന്നൊക്കെ ആൾ ഷോട്ട് എടുക്കുന്നുണ്ട്. ടോപ്പ് കോർണർ തന്നെയാണ് എല്ലാം. പിന്നെ പാസിംഗ് ക്വാളിറ്റീസ് ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്രിയേറ്റിവിറ്റി ആയിട്ട് കളിക്കാൻ പറ്റും. ആൾ ഉള്ളിലോട്ടൊക്കെ ബോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുഷ് ചെയ്ത് വിടുന്നുണ്ട്. ഫിസിക്കലി ആണെങ്കിൽ ടോപ്പായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ആളുടെ ഫ്രീ ആയിട്ടുള്ള കുറച്ച് റണ്ണുകളുണ്ട്. ഈ ഗോൾ നോക്കിയാൽ കാണാം, ആൾ അത്രയും ഫ്രീ ആയിട്ട് ആ ഒരു വിങ്ങിലേക്ക് ഓടിക്കയറുന്നുണ്ട് അവിടെ നിന്ന് തന്നെ. എന്നിട്ട് ആളുടെ ഫസ്റ്റ് ടച്ചും ആ ഒരു ഗോളും, കാരണം ഫസ്റ്റ് ടച്ചൊക്കെ ആളുടെ അടിപൊളിയാണ്. നമുക്കറിയാം, റിയൽ ലൈഫിലും ആളുടെ ഫസ്റ്റ് ടച്ചൊക്കെ അടിപൊളിയാണ്. ബ്രാൻഫോർഡിൽ നിന്നാണ് ഇപ്പോൾ യുണൈറ്റഡിലേക്ക് വന്നത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു പ്ലെയറാണ്. ആളുടെ വർക്ക് റേറ്റ് ആണ് അപാരം. ആൾ ടീമിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഡിഫെൻസീവിലി ആണെങ്കിലും ഒഫൻസീവിലി ആണെങ്കിലും ടോപ്പായിട്ട് തന്നെ കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ്. പാസിംഗ് ക്വാളിറ്റീസ് ആണെങ്കിലും ഫിനിഷിംഗ് ആണെങ്കിലും അത്രയും ഉണ്ട്. ഒരു ടോപ്പ് കാർഡാണെന്ന് വേണമെങ്കിൽ പറയാം.
of the moment has his. ഇവിടെ പുള്ളിയാണ് ആ ചാൻസ് ക്രിയേറ്റ് ചെയ്തത്. ആ ലോങ് ബോൾ ഇട്ടത് നോക്കിയാൽ കാണാം. അത്രയും ടോപ്പായിട്ടാണ് ആ ലോങ് ബോൾ പുള്ളി അത് ഇട്ട് കൊടുത്തത് അവിടെ നിന്ന്. അപ്പൊ അത്രയും ടോപ്പായിട്ടൊരു പ്ലെയറാണ്. പെട്ടെന്ന് കട്ട് ചെയ്ത് അകത്തേക്ക് കയറി ഗോൾ അടിക്കാനും പറ്റും. ആളുടെ കർവാണ്, അടിപൊളിയാണ്. ആള് ജസ്റ്റ് പെട്ടെന്ന് തന്നെ ക്വിക്ക് ടേൺ ആണ്. ആളുടെ ഫസ്റ്റ് ടച്ച് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്രയും ടോപ്പായിട്ടുള്ള പ്ലെയറാണ്. പക്ഷെ പലർക്കും എനിക്ക് തോന്നുന്നു കുറെ പേർക്കൊന്നും അറിയില്ലെന്ന് തോന്നുന്നു എംബ്യൂമിനെ. അതുകൊണ്ടാണ് ആരും അങ്ങനെ കളിപ്പിച്ച് കാണാത്തത്. സോ ടോപ്പായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. അപ്പൊ എന്തായാലും കളിപ്പിച്ചു നോക്കാം. ആള് നല്ലോണം ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. കുറെ ബോളുകൾ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുമെന്ന് പറയാം. അത്രയും കിടിലം ബോളുകളാണ്. കാരണം ആട്രിബ്യൂട്ട്സ് വെച്ച് നോക്കിയാലും ആൾ ടോപ്പ് തന്നെയാണ്. ആളുടെ എല്ലാ ആട്രിബ്യൂട്ട്സ് അത്യാവശ്യം പച്ചകത്തി കിടക്കുകയെന്ന് പറയാം. സോ ടോപ്പായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ആളുടെ കർവ് ആണെങ്കിലും ക്രോസ് ആണെങ്കിലും എല്ലാം അടിപൊളി തന്നെയാണ്. ഒരു മസ്റ്റാർഡ് യൂസ് ചെയ്യേണ്ട കാർഡാണ്. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം.